എല്ലാവർക്കും JP നെറ്റ്വർക്കിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇതാ വീണ്ടും നമ്മൾ ഒരു 12.8 42 ലിഥിയം ബാറ്ററി പാക്ക് കുത്തിപ്പൊളിക്കുകയാണ്. ഒരു 3 വർഷം മുമ്പാണ് ഈ ഒരു ലിഥിയം ബാറ്ററി പാക്ക് നമ്മൾ വാങ്ങിയത്. ഇപ്പോൾ നല്ല രീതിയിൽ ഉപയോഗിച്ച് വന്നിരുന്നതാണ്. പക്ഷേങ്കിൽ നമ്മൾ കുറച്ച് നിരീക്ഷണ പരീക്ഷണങ്ങൾ നടത്തി കഴിഞ്ഞപ്പോൾ ഇത് കംപ്ലൈൻ്റ് ആയി. നിലവിൽ ഇതിന് വാറണ്ടി ഉണ്ട്. പക്ഷേങ്കിൽ നമ്മൾ കമ്പനിക്ക് കൊടുക്കുന്നില്ല. നമ്മൾ തന്നെ ഇത് പൊളിച്ചിട്ട് വേറെ കുറച്ച് പരീക്ഷണങ്ങൾ ഇതിനകത്ത് നടത്താനുണ്ട്. അതിനായിട്ട് എടുക്കുകയാണ്. കഴിഞ്ഞ ആഴ്ച നമ്മൾ പൊളിച്ച് കാണിച്ച ആ ഒരു 12.8 42 ലിഥിയം ബാറ്ററി പാക്കും ഇത് തമ്മിൽ നമ്മൾ സീരീസ് അല്ല പാരലൽ കണക്ഷനായിട്ട് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ BMS അടിച്ചു പോയിരിക്കുകയാണ്. എന്താണ് ഇതിന് പറ്റിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് ഇത്ര ഉള്ള സംഭവം. നമ്മൾ ഒരു സോളാർ പാനൽ ഉപയോഗിച്ചിട്ട് ഇത് ചാർജ് കൺട്രോളർ വഴി ചാർജ് ചെയ്യുമ്പോൾ കട്ട് ഓഫ് ആവുന്നില്ല. ചാർജിങ് വോൾട്ട് 18 വോൾട്ട് 19 വോൾട്ടിലൊക്കെ പോയി നിൽക്കുകയാണ്. കൂട്ടുകാരെ, നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ദയവായി ലൈക്ക് അടിച്ച് ഒന്ന് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് നമുക്ക് ഇതുപോലത്തെ വീഡിയോസൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെയാണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ നിർദ്ദേശങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കാം. ഈ കാണുന്ന 42 ലിഥിയം ബാറ്ററി പാക്കിൽ ഇവർ വളരെ ചെറിയ ഒരു കേബിളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഇവർ ഉപയോഗിച്ചിരിക്കുന്നത് വെറും 10 ആംപിയറിൻ്റെ BMS ആണ്. ഇതേപോലത്തെ ലിഥിയം ബാറ്ററി പാക്ക് ഉണ്ടാക്കുന്ന ഒട്ടുമിക്ക കമ്പനികളും കോസ്റ്റ് കട്ട് ചെയ്യാൻ വേണ്ടി ആ സെല്ലിനകത്ത് ഉപയോഗിക്കുന്ന സെൽ ഹോൾഡറൊക്കെ ഒഴിവാക്കുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് ഇൻസുലേഷനായിട്ട് ഉപയോഗിക്കുന്ന ആ ഒരു ടേപ്പ് ഫൈബർ ടേപ്പാണ്. അത് ആമസോണിലൊക്കെ 250 രൂപയ്ക്ക് 50 മീറ്റർ കിട്ടും. ചില കമ്പനികൾ അത് തീരെ കുറയ്ക്കുന്നു എന്ന് മാത്രമല്ല അതിൻ്റെ സൈസും തീരെ ചെറിയ സൈസുള്ള ടേപ്പാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ നമുക്ക് ഒരു മഞ്ഞ കളറിൽ ഒരു ബോക്സ് പോലെ കാണുന്നുണ്ട്. അത് ഒരു എഫോക്സി ഷീറ്റ് ഉപയോഗിച്ച് ഉണ്ടാക്കിയതാണ്. കാണുമ്പോൾ ഒരു പെട്ടി പോലെ ഇരിക്കും. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന 3.2 വോൾട്ടിൻ്റെ ലിഥിയം സെല്ലൊന്നും തീ പിടിക്കാറില്ല. ഇനി അങ്ങനെ ചില വീഡിയോസ് വരുന്നുണ്ട്. അത് ആ ഒരു BMS കത്തിപ്പോയതുകൊണ്ടാണ് അങ്ങനെ ഒരു ഇഷ്യൂ വന്നത്. എഫോക്സി ഷീറ്റ് ഇത് മണം കട്ട് ചെയ്ത് ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ ഈ ഒരു ബാറ്ററി പാക്ക് കാണാൻ നല്ലൊരു ഭംഗിയുണ്ട്. പക്ഷേ എങ്കിൽ ഇങ്ങനെ ചെയ്തു വെച്ചതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഉപയോഗിച്ചിരിക്കുന്ന സംഭവങ്ങൾ എന്താണെന്ന് അറിയാൻ സാധിക്കില്ല. അതാണ് കുഴപ്പം. ഇപ്പോൾ ഇറങ്ങുന്ന ഒട്ടുമിക്ക കമ്പനികൾ സ്ക്രൂ ഒക്കെ ഒഴിവാക്കിയിട്ട് റിബേറ്റൊക്കെ അടിച്ച് വെച്ചേക്കാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഉള്ളിൽ ഉപയോഗിച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ കമ്പനി പറയുന്നത് നമ്മൾ വിശ്വസിക്കണം എന്നൊരു അവസ്ഥയാണ് ഇപ്പോൾ നിലവിൽ ഉള്ളത്. പക്ഷേ പല കമ്പനിയും പല കാര്യങ്ങളും നമ്മോട് കറക്റ്റായിട്ട് പറയുന്നില്ല. ചോദിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് കേരളത്തിലുള്ള പല കമ്പനികളും നമുക്ക് കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് പറഞ്ഞു തരുന്നില്ല. അതും പോരാത്തതിനാണെങ്കിൽ അവരുടേതായിട്ടുള്ള കുറച്ച് നിർദ്ദേശങ്ങളുണ്ട്. ഞങ്ങൾ സെറ്റ് ചെയ്തിരിക്കുന്നത് വളരെ കുറച്ച് ആംബിയർ മാത്രം എടുത്ത് ഉപയോഗിക്കാനാണ് എന്നൊക്കെയാണ് പറയുന്നത്. അവിടെ എന്തെങ്കിലും ഒരു തരികട നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ അതിൽ യാതൊരുവിധ കുറ്റവും എനിക്ക് പറയാൻ ഇല്ല. ഇവിടെ കണ്ടോ, ഈ ഒരു ടേപ്പാണെങ്കിൽ ഇതിൻ്റെ ചുറ്റും ഒന്ന് അടിക്കാൻ പോലും കമ്പനിക്ക് സാധിച്ചിട്ടില്ല. ആ ഒരു ഫൈബർ ടേപ്പാണെങ്കിൽ ഈ ഒരു ലിഥിയം ബാറ്ററി പാക്ക് ഉണ്ടാക്കാൻ നേരത്ത് ആ സെല്ലിൻ്റെ ചുറ്റും ഒന്ന് അടിക്കാൻ പോലും അവർക്ക് തികഞ്ഞില്ല. അത് ശരിക്കും പറഞ്ഞാൽ ഒരു കുറ്റമായിട്ട് പറയാൻ ഇല്ല. പിന്നെ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ആ ഒരു നിക്കൽ സ്ട്രിപ്പൊക്കെ ആണെങ്കിൽ നല്ല പക്കയായിട്ടാണ്, യാതൊരുവിധ തകരാറുമില്ലാണ്ട് നല്ല നീറ്റായിട്ടാണ് സ്പോട്ട് വെൽഡ് ചെയ്തിരിക്കുന്നത്. നോർത്ത് ഇന്ത്യൻ കമ്പനികളൊക്കെ ഈ പറഞ്ഞ ടേപ്പിൽ കുറച്ച് പിശുക്ക് കാണിക്കുമെങ്കിലും നമ്മുടെ തമിഴ്നാട്ടിലെ കമ്പനികളൊക്കെ ആണെങ്കിൽ ടേപ്പ് ആവശ്യത്തിനധികം വാരി കോരി ഒട്ടിക്കുന്നതാണ്. ഈ വക കാര്യങ്ങളിൽ കമ്പനി കുറച്ച് ഊടായ്പ് കാണിച്ചാലും ഇതിൻ്റെ ഒരു ലൈഫിൽ അങ്ങനെ ബാധകമായിട്ടുള്ള കാര്യങ്ങൾ അവിടെ ഇല്ല. നോർത്ത് ഇന്ത്യൻ ബ്രാൻഡൊക്കെ ആണെങ്കിൽ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന സ്പോട്ട് വെൽഡിംഗ് ഒക്കെ പക്കയാണ്. അതുകൊണ്ട് തന്നെ നല്ല ലൈഫും കിട്ടുന്നുണ്ട്. ഈ ഒരു 42 ലിഥിയം ബാറ്ററി പാക്കിൽ 10 ആംപിയറിൻ്റെ BMS ആണ് വെച്ചിരിക്കുന്നത്. അത് കുറച്ച് മോശമായിപ്പോയി. ഒരു 25 ആംപിയറിൻ്റെയെങ്കിലും BMS വെക്കായിരുന്നു. എന്തായാലും ഈ 10 ആംപിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 10 ആംപിയർ യൂസ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ യൂസ് ചെയ്യുമ്പോഴാണ് ഈ പറഞ്ഞ പോലെ BMS ഒക്കെ കംപ്ലൈൻ്റ് ആയി പോകുന്നത്. കഴിഞ്ഞ ആഴ്ച നമ്മൾ പൊളിച്ചില്ലേ ഒരു 12.8 വോൾട്ട് 42 ലിഥിയം ബാറ്ററി പാക്ക്. അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് 20 ആംപിയറിൻ്റെ BMS ആണ്. അത് ഹീറ്റ് സിങ്ക് ഒക്കെ ഉള്ളൊരു BMS ആണ്. അതെന്തായാലും കൊള്ളാം. പക്ഷേ ഇവിടെ 10 ആംപിയറിൻ്റെ ഒരു BMS ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു BMS തന്നെ 10 ആംപിയറിന് കൊടുത്തിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ നമ്മൾ നിലവിൽ 42 ലിഥിയം ബാറ്ററി പാക്ക് പൊളിച്ച് വെച്ചിട്ടുണ്ട്. ഇനി അത് രണ്ടും കൂടെ കൂട്ടിയിട്ട് നമ്മൾ ഒറ്റ പാക്ക് ആക്കിയിട്ട് ഒരു 84 ലിഥിയം ബാറ്ററി പാക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനകത്ത് കുറച്ച് ഹീറ്റ് സിങ്ക് ഒക്കെ ഉള്ള നല്ല അടിപൊളി ഒരു BMS വയ്ക്കുന്നുണ്ട്. അത് ഇനി വരുന്ന വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നതാണ്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കാം. അടുത്ത വീഡിയോയിൽ കാണാം.